Hi all, welcome to Study with PSC. 10th പ്രിലിംസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയറിലെ 11ാമത്തെ ചോദ്യപേപ്പറാണ്. 10 ചോദ്യപേപ്പറുകൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ: മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ: മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. കേരള പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഓർത്തു വയ്ക്കുക, കേരള പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി 1ഉം 2ഉം 4ഉം മാത്രം. താഴെ കൊടുത്തിരിക്കുന്നവയിലെ ശരിയായ ജോഡികൾ: പക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുട്ട് മഹാനദി, സർദാർ സരോവർ നർമ്മദ. ശരിയായ ജോഡികൾ: പക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്, ഹിരാക്കുട്ട് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്, സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. തെഹിരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥി നദിയിലാണ്. ഓർത്തു വയ്ക്കുക, തെഹിരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥി നദിയിലാണ്. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം മാത്രം. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ: കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു, 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു, 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയായത്: കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു, 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു, 1914 ശിവയോഗ വിലാസം മാസിക ആരംഭിച്ചു. വാഗ്ഭടാനന്ദ ഗുരു അന്തരിച്ചത് 1939 അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. വാഗ്ഭടാനന്ദൻ അന്തരിച്ചത് 1939. അപ്പോൾ എന്തായാലും 1947 ഗാന്ധിജിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമല്ലോ. അപ്പോൾ ഈ 4ാമത്തെ പ്രസ്താവന തെറ്റാണ് കേട്ടോ. വാഗ്ഭടാനന്ദൻ അന്തരിച്ചത് 1939. ഓക്കെ, 4ാമത്തെ ചോദ്യം ഉണ്ടല്ലോ, ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ആയിരുന്നു കേട്ടോ. ഓക്കെ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം മാത്രം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്, EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു, സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്, EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു, സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനായിരുന്നു വൈക്കം സത്യാഗ്രഹം കേട്ടോ. ക്ഷേത്രപ്രവേശനമായിരുന്നില്ല. വൈക്കം സത്യാഗ്രഹികളുടെ ആവശ്യം എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശനമല്ലായിരുന്നു. അതായത് അവർക്ക് വേണ്ടത് എന്താണ്? ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഓർത്തു വയ്ക്കുക, വൈക്കം സത്യാഗ്രഹം നടത്തിയത് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. ഓക്കെ, ക്ഷേത്രപ്രവേശനമല്ലായിരുന്നു. ഓക്കെ, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. ഓർത്തു വെച്ചോണേ, സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്.
വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. ഓർത്തു വെച്ചോണേ, വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം, വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി സേതുലക്ഷ്മിബായി ആയിരുന്നു. ഓക്കെ, ഈ പോയിന്റ്സ് എല്ലാം ഓർത്തു വെച്ചോണം കേട്ടോ. ഓക്കെ, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി 4 മാത്രം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് സതിഹിത ബോധിനിയാണ് കേട്ടോ. സതിഹിത ബോധിനി. സതിഹിത ബോധിനി വീരേശലിംഗത്തിൻ്റെ നോവലാണ് കേട്ടോ. വീരേശലിംഗത്തിൻ്റെ രചനയാണ് സതിഹിത ബോധിനിയെ. അപ്പോൾ താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? സതിഹിത ബോധിനി. അതാരുടെയാണ്? വീരേശലിംഗത്തിൻ്റെ. രാജാറാം മോഹൻ റോയുടെ രചനകളാണ് പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹഫത്തുൽ മുവഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ അതും കൂടി ഓർത്ത് വെക്കുക. രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടുന്നവ ഏതൊക്കെയാണ്? പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഫഹത്തുൽ മുവാഹുദ്ദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രം. താഴെ കൊടുത്തിരിക്കുന്നവയിലെ ശരിയായ ജോഡികൾ. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. അപ്പോൾ താഴെ കൊടുത്തവയിലെ ശരിയായ ജോഡികൾ ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. കേരള മീഡിയ അക്കാദമി കാക്കനാടാണ്. ഓർത്ത് വെച്ചോണം, കേരള മീഡിയ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കാക്കനാട് ആണ്. കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ. അപ്പം അതും കൂടെ ഓർത്ത് വയ്ക്കും. കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ. ഓക്കെ, അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് പറയുവാണ് കേട്ടോ. അപ്പം താഴെ കൊടുത്തവയിൽ ശരിയായ ജോഡികൾ എല്ലാം അങ്ങ് കറക്റ്റ് ചെയ്ത് പറയുവാണ്. കേരള മീഡിയ അക്കാദമി കാക്കനാട്, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ, കേരള ലളിതകലാ അക്കാദമി തൃശ്ശൂർ. ഓക്കെ, മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ: ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ: ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷന് 1 മാത്രം. താഴെ കൊടുത്തവയിലെ തെറ്റായ ജോഡി: ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ഫിലിപ്പീൻസിലെ മനിലയാണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ഏതാണ്? ഫിലിപ്പീൻസിലെ മനില കേട്ടോ. അപ്പോൾ താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏതാ? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഫിലിപ്പീൻസിലെ മനിലയാണ്. ഓക്കെ, ശരിയായ ജോഡികളും കൂടി ഒന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡികളാണ്: നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്, ഗ്രീൻ പീസിന്റെ ആസ്ഥാനം ആംസ്റ്റർഡാം, ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺ. ഓർത്ത് വെക്കുക, നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്,
ഗ്രീൻ പീസ് ആസ്ഥാനം ആംസ്റ്റർഡാം, ഇന്റർപോൾ ആസ്ഥാനം ലിയോൺ. അപ്പം എല്ലാം ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞേക്കാം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില, നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്, ഗ്രീൻ പീസ് ആസ്ഥാനം ആംസ്റ്റർഡാം, ഇന്റർപോൾ ആസ്ഥാനം ലിയോൺ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാരാണ്? അബ്ദുൽ കലാം ആസാദ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്? ഓപ്ഷൻ ഡി നമച്ച ബർവ. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നമച്ച ബർവയാണ്. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ്? ഓപ്ഷൻ സി കരീവ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരീവ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം? ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം റാറ്റ് ഹോൾ മൈനിങ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ്? ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ്? ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. (2024) ബ്രിക്സ് ഉച്ചകോടി നടന്നത്? ഓപ്ഷൻ എ കസാൻ, റഷ്യ. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? കസാൻ, റഷ്യയാണ് കേട്ടോ. ഇനി 2025-26 ബ്രിക്സ് ഉച്ചകോടി നടന്ന എവിടെയാണെന്നും കൂടി നോക്കാം. 2025-26 2025 ബ്രിക്സ് ഉച്ചകോടി നടന്നിരിക്കുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് കേട്ടോ. 2025 ബ്രിക്സ് ഉച്ചകോടി നടന്നിരിക്കുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ്. 2026 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് അതായത് ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ്. അത് പ്രത്യേകം ഓർത്ത് വെക്കുക. 2026 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ്. അപ്പോൾ 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? കസാൻ, റഷ്യ. 2025 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ. 2026 ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ. അപ്പം ഇങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. RBI എന്നുള്ളൊരു കോഡ് എടുത്തോർ. RBI 24, 25, 26 ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ്? ബ്രിക്സ് ഉച്ചകോടി 2024 നടന്നത് റഷ്യയിൽ. ബ്രിക്സ് ഉച്ചകോടി 2025 നടന്നത് ബ്രസീലിൽ. ബ്രിക്സ് ഉച്ചകോടി 2026 നടക്കുന്നത് ഇന്ത്യയിൽ. അപ്പോൾ RBI 24, 25, 26 ബ്രിക്സ് ഉച്ചകോടി നടന്നതിൻ്റെ കോഡ് ഓർത്ത് വെക്കുക കേട്ടോ. RBI 24, 25, 26. 24 റഷ്യയിൽ, 25 ബ്രസീലിൽ, 26 ഇന്ത്യയിൽ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിൻ്റെ നോട്ട് കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ്, റീസെൻ്റ്ലി നടക്കുന്ന എക്സാമുകളുടെ പ്രൊവിഷണൽ ആൻസർ കീം, ഫൈനൽ ആൻസർ കീം വെച്ച് മാർക്ക് ചെയ്ത PDF-കളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചസാര വ്യവസായം.
ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു കേട്ടോ. 19ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആയിരുന്നേ. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം. അജണ്ട 21 എന്തിനെ കുറിക്കുന്നു? ആഗോള സുസ്ഥിര വികസനം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഉൾപ്പെടും കേട്ടോ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ സി 2010. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010 ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ഓപ്ഷൻ എ കേരളം. ലഞ്ച് ബെൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കേരളം. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ ബി 2 മാത്രം. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഫ്യൂഡൽ നികുതി നൽകുക. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഫ്യൂഡൽ നികുതി നൽകുക. 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ് തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക. അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമുള്ളത് എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ ഡി നവമഞ്ജരി. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? നവമഞ്ജരി. വേദാധികാരം, ആദിഭാഷ ഇത് രണ്ടും രചിച്ചിരിക്കുന്നത് ചട്ടമ്പി സ്വാമിയാണ്. അരുൾനൂല് രചിച്ചിരിക്കുന്നത് വൈകുണ്ഠസ്വാമിയാണ് കേട്ടോ. അപ്പം ഓർത്തു വെച്ചോണം. ആദിഭാഷ, വേദാധികാര നിരൂപണം ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ കൃതി ആണ്. അരുൾനൂല് രചിച്ചിരിക്കുന്നത് വൈകുണ്ഠസ്വാമിയാണ്. ഓക്കെ. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി ധോളാവീര. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ധോളാവീര. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബെസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി 1 മാത്രം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബെസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ജ്യോതിറാവു ഫുലെയാണ്. ഓർത്തു വെച്ചോണം. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ജ്യോതിറാവു ഫുലെയാണ്. അപ്പോൾ ഇവിടെ ആനി ബെസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. ഓർത്തു വയ്ക്കുക. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ജ്യോതിറാവു ഫുലെയാണ്. ഇനി ആനി ബെസന്റുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഓർത്തു വെച്ചോണം. ആനി ബെസന്തുമായി ബന്ധമുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. പാഞ്ചാലി ശബദം എഴുതിയതാര്? ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി. പാഞ്ചാലി ശബദം എഴുതിയതാരാണ്? സുബ്രഹ്മണ്യ ഭാരതി കേട്ടോ. തമിഴ് കവിയായ സുബ്രഹ്മണ്യ ഭാരതി എഴുതിയതാണ് പാഞ്ചാലി ശബദം. തമിഴ് കവിയായ സുബ്രഹ്മണ്യ ഭാരതി എഴുതിയതാണ് പാഞ്ചാലി ശബദം. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ഓപ്ഷൻ ഡി ഇ.വി. രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാരാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കർ. 1925 കേട്ടോ ഇത് സ്ഥാപിച്ചത്. 1925 ഇ.വി. രാമസ്വാമി നായ്ക്കർ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്.
സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? ഓപ്ഷൻ ബി തെലുങ്കാന. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലുങ്കാന. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 1D 2C 3A 4B. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ. അപ്പോൾ ഓർത്തു വയ്ക്കുക, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വ്യക്തിയാണ്. പിംഗലി വെങ്കയ്യ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വ്യക്തിയാണ്. അതും PSC ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 10th പ്രിലിംസിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യ ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് കേട്ടോ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ ഡി ഇവയെല്ലാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ഓർത്തു വെക്കുക, നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രംഗനാഥ മിശ്രയാണ്. അതും കൂടി ഓർത്തു വയ്ക്കുക, ആദ്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ രംഗനാഥ മിശ്രയായിരുന്നു. ഓക്കെ, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി 1, 2 മാത്രം. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓർത്തു വയ്ക്കുക, എന്താണ് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. ഓർത്തു വെച്ചോണം, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? അത് രാജ്കുമാർ ഗോയലാണ്. ഓർത്തു വയ്ക്കുക, ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ
വജാഹത്ത് ഹബീബുള്ളയാണ്. ഓക്കെ, ഈ പോയിന്റ്സ് എല്ലാം ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ഒക്ടോബർ 1 കേട്ടോ നിലവിൽ വന്നത്. 1953 ഒക്ടോബർ 1. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ഓപ്ഷൻ ബി സുകുമാർ സെൻ. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെന്താണ്? സുകുമാർ സെൻ. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആണ്. അതും കൂടി ഓർത്ത് വെച്ചോണം. ഇന്ത്യയിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആണ്. ഈ ചോദ്യം പല പ്രാവശ്യം ഇപ്പോൾ ഈ റീസെൻ്റ്ലി നടന്ന പരീക്ഷകളിൽ ഒത്തിരി ചോദ്യപേപ്പറുകളിൽ ചോദിച്ചതാണ്. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന്. ഗ്യാനേഷ് കുമാർ. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്? ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആനന്ദമഠത്തിൽ നിന്ന്. അതായത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിലെയാണ് വന്ദേ മാതരം കേട്ടോ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിലെയാണ് വന്ദേ മാതരം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന വനിതകൾ ആരെല്ലാം? ഓപ്ഷൻ ഡി ഇവയെല്ലാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന വനിതകൾ ഇവരെല്ലാം ഉണ്ട് കേട്ടോ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത കൗർ, സരോജിനി നായിഡു. താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന വനിതകൾ: അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത കൗർ, സരോജിനി നായിഡു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലും വേമ്പനാട്ട് കായലാണ്. ഓർത്തു വയ്ക്കുക, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. ഓക്കെ, വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ കോട്ടയം, എറണാകുളം, ആലപ്പുഴയാണ്. ഓർത്തു വെച്ചോണം, വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ 3 ജില്ലകളാണ്: കോട്ടയം, എറണാകുളം, ആലപ്പുഴ. ഓക്കെ, കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം? ഓപ്ഷൻ ബി ബുദ്ധമയൂരി. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ എ കബനി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനി നദി. കേരളത്തിലെ മൊത്തം 44 നദികളാണ് ഉള്ളത്. കേരളത്തിലാകെ 44 നദികളാണ് ഉള്ളത്. ഇതിൽ 3 എണ്ണം കിഴക്കോട്ടൊഴുകുന്നു, 41 എണ്ണം പടിഞ്ഞാറോട്ടൊഴുകുന്നു കേട്ടോ. 44 നദികളിൽ 3 എണ്ണം കിഴക്കോട്ടൊഴുകുന്നുണ്ട്, 41 എണ്ണം പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഓർത്തു വയ്ക്കുക, കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം? ഓപ്ഷൻ ഡി PR ശ്രീജേഷ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം PR ശ്രീജേഷ്. PR ശ്രീജേഷ് എന്തായിരുന്നു? ഗോൾ കീപ്പർ ആയിരുന്നു അല്ലേ? ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറാണ് PR ശ്രീജേഷ്. ഇരവികുളം ദേശീയ ഉദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏത്? ഓപ്ഷൻ സി വരയാട്. ഇരവികുളം ദേശീയ ഉദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? വരയാട്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഓപ്ഷൻ സി രാമനാട്ടം. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടത്തിൽ നിന്ന്. അത് കൊട്ടാരക്കര തമ്പുരാന്റെ രാമനാട്ടത്തിൽ നിന്നാണ്
കഥകളി ഉണ്ടായത് കേട്ടോ. കൊട്ടാരക്കര തമ്പുരാന്റെ രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്. കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള നദി. ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ. കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും മഞ്ചേശ്വരം പുഴയാണ്. ഓർത്ത് വെച്ചോണം, കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും മഞ്ചേശ്വരം പുഴയാണ് കേട്ടോ. അപ്പോൾ കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. ഈ മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ഓക്കെ, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? പെരിയാർ. ഓർത്ത് വെക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ. അപ്പോൾ കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ, കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ ചിങ്ങം 1. കേരളത്തിലെ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1. ദേശീയ കർഷക ദിനം ഡിസംബർ 23 അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ദേശീയ കർഷക ദിനം ഡിസംബർ 23 കേട്ടോ. ദേശീയ കർഷക ദിനം ഡിസംബർ 23. ഓക്കെ. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമേത്? ഓപ്ഷൻ ബി നാഫ്ത. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമേതാണ്? നാഫ്ത. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം? ഓപ്ഷൻ ബി നീണ്ടകര. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകര. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 1, 4. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1, 4. ഏതൊക്കെയാ? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന? ഓപ്ഷൻ എ നിഹോൺ ഹിഡാൻക്യോ. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? നിഹോൺ ഹിഡാൻക്യോ. 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയത് മരിയ കൊറീനോ മച്ചാഡോ ആണ്. ഓർത്തു വെച്ചോണം, 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയത് മരിയ കൊറീന മച്ചാഡോ ആണ്. മരിയ കൊറീന മച്ചാഡോ ഇവർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ നോബൽ പുരസ്കാരം ഒരു 2022 മുതൽ 2025 വരെ പഠിക്കുക. അത്ര ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ഇതൊരു 10th ലെവൽ എക്സാം ആയതുകൊണ്ട് 2024, 2025 നോബൽ പുരസ്കാര ജേതാക്കളെയും അവർക്ക് ഏത് കണ്ടുപിടുത്തത്തിനാണ് കിട്ടിയെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, 2024, 2025 ഫുള്ള് പഠിച്ചോണം. അപ്പോൾ ഇവിടെ 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? നിഹോൺ ഹിഡാൻക്യോ. 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? മരിയ കൊറീന മച്ചാഡോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയ്? ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരായിരുന്നു? കാരിച്ചാൽ ചുണ്ടൻ. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. പ്രാചീന മലയാളം ചട്ടമ്പിസ്വാമിയുടെ കൃതിയാണ് കേട്ടോ. പ്രാചീന മലയാളം ചട്ടമ്പിസ്വാമിയുടെ കൃതിയാണ്. വൈകുണ്ഠസ്വാമിയുടെ കൃതിയാണ് അഖിലത്തിരുട്ട്. വൈകുണ്ഠസ്വാമിയുടെ കൃതിയാണ് അഖിലത്തിരുട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദർശനമാല. അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദർശനമാല. ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. വൈകുണ്ഠസ്വാമിയുടെ കൃതിയാണ് അഖിലത്തിരുട്ട് കേട്ടോ. അപ്പോൾ തെറ്റായി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ കറക്റ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടി പറയാം, എല്ലാം കറക്റ്റ് ചെയ്ത് പറയുവാണ് കേട്ടോ. ശരിയായ ജോഡിയാക്കി കറക്റ്റ് ചെയ്ത് തന്നെ പറയുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദർശനമാല. ചട്ടമ്പിസ്വാമികളുടെ കൃതി പ്രാചീന മലയാളം. വൈകുണ്ഠസ്വാമികളുടെ കൃതി അഖിലത്തിരുട്ട്. ഓക്കെ.
2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം? ഓപ്ഷൻ എ ഇന്ത്യ. 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം? ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി? ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി അക്കാമ ചെറിയാൻ. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ്. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? കീഴരിയൂർ ബോംബ് കേസ്. 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് കേരളത്തിൽ നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് കേരളത്തിൽ നടന്ന പ്രധാന സംഭവമായിരുന്നു ഈ കീഴരിയൂർ ബോംബ് കേസ് കേട്ടോ. കീഴരിയൂർ ബോംബ് കേസ് നടന്നിരിക്കുന്ന വർഷം 1942 തന്നെയാണ് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് ഈ കീഴരിയൂർ ബോംബ് കേസ്. അത് നടന്നിരിക്കുന്ന 1942 തന്നെയാണ് കേട്ടോ. അപ്പം ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? കീഴരിയൂർ ബോംബ് കേസ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി കൂട്ട്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള പദ്ധതി ഏതാണ്? കൂട്ട്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ ഓവ്യൂൾ വിത്താകുന്നു. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓവ്യൂൾ വിത്താകുന്നു. എക്സിസ്റ്റ് കൺസർവേഷന് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. എക്സിസ്റ്റ് കൺസർവേഷൻ ഉദാഹരണം ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ്. എക്സിസ്റ്റ് കൺസർവേഷൻ എന്ന് വെച്ചാൽ ജീവികളെ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിസ്റ്റ് കൺസർവേഷൻ. ഓർത്തു വയ്ക്കുക, ജീവികളെ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിസ്റ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സിസ്റ്റ് കൺസർവേഷൻ ഉദാഹരണം ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് കേട്ടോ. ബാക്കി ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ ഇതൊക്കെ ഇൻസിസ്റ്റ് കൺസർവേഷനുകളാണ്. ഇൻസിസ്റ്റ് കൺസർവേഷനുകളാണ് ബയോസ്ഫിയർ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ഗോൾജി കോംപ്ലക്സ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗോൾജി കോംപ്ലക്സ്. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏത്? ഓപ്ഷൻ ബി ഗ്ലോബുലിന്. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിന്. താഴെ തന്നിരിക്കുന്നവയിൽ മാംസത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ലിപ്പേസ്. താഴെ തന്നിരിക്കുന്നതിൽ മാംസത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ലിപ്പേസ് ആണ്. ലിപ്പേസ് കൊഴുപ്പിനെ ദഹിപ്പിക്കുന്ന എൻസൈമാണ് കേട്ടോ. ലിപ്പേസ് കൊഴുപ്പിനെ ദഹിപ്പിക്കുന്ന എൻസൈമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും. താഴെ തന്നിരിക്കുന്നതിലെ തെറ്റായ പ്രസ്താവന വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും. താഴെ തന്നിരിക്കുന്നതിലെ ശരിയായ പ്രസ്താവനകളാണ്. വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിന്റെ ഉൽപ്പാദനം കുറവായിരിക്കും. വാസോപ്രസിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണം കുറയും. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഓർത്തു വെച്ചോണം. വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിന്റെ ഉൽപ്പാദനം കുറവായിരിക്കും. വാസോപ്രസിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയും. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയും തെറ്റും കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 2 ശരി, 3, 4 തെറ്റ്. അപ്പോൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയും തെറ്റും. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്.
ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഇതാണ് ശരിയായ പ്രസ്താവനകൾ കേട്ടോ. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഡിഫ്തീരിയ ബാക്ടീരിയ രോഗമാണ്. അതുപോലെ മലമ്പനി പരത്തുന്നത് എന്താ? പ്ലാസ്മോഡിയമാണ് അല്ലേ? മലമ്പനി പരത്തുന്നത് പ്ലാസ്മോഡിയമാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയൊക്കെ വൈറസ് രോഗങ്ങളാണ് കേട്ടോ. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയൊക്കെ വൈറസ് രോഗങ്ങളാണ്. ഓർത്ത് വെച്ചോണം. തെറ്റായ പ്രസ്താവനകൾ കറക്റ്റ് ചെയ്ത് പറയുവാണ്. ഡിഫ്തീരിയ ബാക്ടീരിയ രോഗമാണ്. മലമ്പനി പരത്തുന്നത് എന്താ? പ്ലാസ്മോഡിയം അല്ലേ? മലമ്പനി പരത്തുന്നത് പ്ലാസ്മോഡിയമാണ്. അതുപോലെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ ഇതൊക്കെ വൈറസ് രോഗങ്ങളാണ്. അപ്പം അതും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ. ഓപ്ഷൻ ബി മുയൽ വളർത്തൽ. ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ വളർത്തൽ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി ഏത്? ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധി. സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 2, 3 ശരി. സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം: ഓപ്ഷൻ സി ഫ്ലൂറിന്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിന്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീല്: ഓപ്ഷൻ ബി അൾനിക്കോ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീല് അൾനിക്കോ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത്: ഓപ്ഷൻ സി ബേക്കലൈറ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ് ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ബേക്കലൈറ്റ് ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ: ഓപ്ഷൻ എ ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. LPGയിലെ മുഖ്യ ഘടകം. ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു കേട്ടോ. വെള്ളത്തിൻ്റെ യൂണിറ്റ്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് ത്വരണമാണ്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് ത്വരണം. ബലത്തിൻ്റെ യൂണിറ്റ് ഏത്? ഓപ്ഷൻ ബി ന്യൂട്ടൺ. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ടുണ്ടാകുന്ന ഊർജമാണ് ഓപ്ഷൻ ബി ഗതികോർജം. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ടുണ്ടാകുന്ന ഊർജമാണ് ഗതികോർജം. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത്: ഓപ്ഷൻ സി ആറ്റോമിക് റിയാക്ടറുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? ആറ്റോമിക് റിയാക്ടറുകൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? ഓപ്ഷൻ എ അൾട്രാസോണിക്. കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? അൾട്രാസോണിക്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.